എന്നിട്ടും പോലെ ജോലി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വളരെയധികം ടയേർഡായിട്ടാണ് കേട്ടോ വരിക. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വേറൊരു ലക്ഷ്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. നേരെ നല്ല ഫുഡ് കഴിക്കുക എന്ന് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ കേട്ടോ. വരിക നേരെ എന്താണ് ഫുഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ദിവസം തന്നെ ഞാൻ ഉമ്മാനായിട്ട് വഴക്കായതാണ് കേട്ടോ, എനിക്ക് ബീഫ് ഉണ്ടാക്കി തന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നേരെ അടുക്കളയിൽ വന്നിട്ട് പാത്രം കഴിക്കെടുത്തിട്ട് എന്നും ചോറല്ലേ കഴിക്കുക. അപ്പൊ ഇന്ന് കാലത്ത് നമ്മൾ ബാക്കി വെച്ച കാസറോളിൽ നൂൽപ്പിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും ഇത് കൂടെ കൂട്ടാന്ന് വിചാരിച്ചാൽ ഞാൻ നിന്നു കേട്ടോ. അങ്ങനെയുള്ള 3 നൂൽപ്പിട്ടും ഞാൻ എന്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. പാത്രം മൂടി വെച്ചാൽ തുറന്നു നോക്കിയാൽ ഞാനാണ് കണ്ടത്. അവിടെ ഇല്ല, അയ്യോ എന്നെ കാണുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് വെള്ളം വരുന്നില്ല. ബീഫ് വരട്ടിയതാണ് കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബീഫ് ഇങ്ങനെ വരട്ടുക എന്നുള്ളത്. പിന്നെ അൽഹംദുലില്ലാ കുറെ ആൾക്കാർ കുറെ രാജ്യങ്ങളിൽ ഭക്ഷണം കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇതിലൊക്കെ അൽഹംദുലില്ലാ ദൈവത്തിന്റെ അടുത്ത് പറയാം, ഫുഡ് കഴിക്കാനും നേരത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളത് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെത്തു കേട്ടോ. പിന്നെ പാകത്തിന് എന്റെ പ്ലേറ്റിലേക്ക് ഞാൻ നമ്മുടെ ബീഫ് ഇട്ടു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നൂൽപ്പിട്ട് ഇങ്ങനെ പകുതി പൊട്ടിക്കുക, എന്നിട്ട് ഈ ബീഫ് ഫ്രൈ ആക്കിയതുണ്ടല്ലോ അതിങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം ഇതിൽ കൂടെ മിക്സ് ചെയ്യുക. അമ്മോ എന്തൊരു ടേസ്റ്റാണ് അറിയാം. കയ്യാക്കി പോയതിനു ശേഷം ഇതാണ് എന്റെ റൂമിന്റെ അവസ്ഥ കേട്ടോ. വേഗം ബെഡൊക്കെ വിരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തു.